ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ 2-3 ദിവസത്തെ കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലല്ല ചേച്ചിന എന്ത് പറ്റി, കണ്ടില്ലല്ല സ്വപ്നം എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പേര് എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാൻ ആളുണ്ടല്ലോ നമ്മൾക്ക് എന്നുള്ള ഒരു സന്തോഷം എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അന്വേഷിച്ച് വന്നവർക്കും മനസ്സിൽ എന്നെ കണ്ടില്ലല്ല എന്ന് ഓർത്തവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്താണ് 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 കൊച്ചാച്ചിക്കോ കൊച്ചുള്ളപ്പോൾ എന്താണ് എന്താണ് നമ്മുടെ ഇത് നമ്മുടെ ബുധനാഴ്ച ആഷ് വെനസ്ഡേയുടെ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണിക്കണത്. രാവിലെ 5:30 മാസിന് പപ്പ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണിക്കാണ് ബിഷപ്പിൻ്റെ മാസമൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആകും. അതുകൊണ്ട് പപ്പ രാവിലെ തന്നെ പോയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ എനിക്കും റോജറിനും പള്ളിയിൽ പോകണം. ഞങ്ങൾ 6 മണിയുടെ മാസിനാണ് പോയത്, വൈകുന്നേരത്തെ മാസിനാണ് പോയത്. റോജറിന് വർക്കുള്ളതുകൊണ്ട് റോജറിന് രാവിലെ ഒന്നും പോകാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ രാവിലെ പപ്പ പള്ളിയിൽ പോയതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ എഴുന്നേറ്റൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഏതായാലും വെജിറ്റബിൾ മാത്രമേ അങ്ങനെ കഴിക്കുള്ളല്ല. അതുകൊണ്ട് രാവിലെ ഒരു വെജിറ്റബിൾ സ്റ്റ്യൂവും വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് പൊടി നോക്കിയപ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ പപ്പ പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞിട്ട് പൊടി മേടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കലക്കി വെച്ചാൽ പൊങ്ങയില്ല. അതുകൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന സ്റ്റീംഡ് പുട്ടുപൊടി കുറച്ച് ചേർത്ത്, രണ്ടും കൂടി ചേർത്തിട്ട് ഇത്തിരി ലൂസായിട്ട് കലക്കി വെച്ചു. സ്റ്റീംഡ് പുട്ടുപൊടിയിൽ ഇത്തിരി വെള്ളം പിടിച്ച് ഇങ്ങനെ കട്ടയി വരുമല്ല മാവ്, അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ട് കലക്കി വെച്ച്. അപ്പോൾ അതെല്ലാം കലക്കി വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പപ്പ എത്തിയത്. അപ്പോൾ ഒന്ന് വെള്ളം മുകളിലേക്ക് കയറ്റാനുള്ള മോട്ടർ ഓൺ ചെയ്തിട്ട് റൂബിനെയും കൊണ്ട് നേരെ മുകളിലേക്ക് പോകട്ടെ. റൂബിക്ക് ഇപ്പം അതാണ് ശീലം. പപ്പയുടെ കൂടെ രാവിലെയും വൈകുന്നേരം ഒക്കെ മുകളിൽ പോകട്ടെ. ടെറസിൻ്റെ മുകളിലാണ് ഇപ്പം നമ്പർ 2 ഒക്കെ. ഭയങ്കര സന്തോഷമാണ് മുകളിൽ ഓടി നടക്കും. പണ്ടൊന്നും അങ്ങനെ പോകില്ലായിരുന്നു പപ്പയുടെ കൂടെ. ഇപ്പം ആരും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ശീലിച്ചേക്കണുണ്ട് കേട്ടോ. അങ്ങനെ പോയ ആൾ. പപ്പ രാവിലെ പള്ളിയിൽ പോയപ്പോൾ ഞാൻ 2 ബ്രെഡും പാലും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ ബ്രെഡും പാലും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ പാല് റോജന് രാവിലെയും കൊടുക്കും, വൈകുന്നേരം ചായ ഇട്ടിട്ടും പാൽ ചായ ഇട്ട് കൊടുക്കും. അപ്പോൾ രാവിലെയും വൈകുന്നേരം പാല് ഇങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ക്ഷീണം മാറിക്കിട്ടും കേട്ടോ. ഒരു തുടിപ്പ് വരും ശരീരത്തിന്. ശരിക്കും റോജർ ഒരുവിധം നന്നായിട്ട് തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ പാല് മേടിപ്പിച്ചത്. പിന്നാലെ പെണ്ണാണിത്. അമ്മിടെ ഒത്ത് പുന്നാരിക്കണ ചേട്ടൻ വരുമ്പോ ചേട്ടൻ രാവിലെ വന്ന് പുന്നാരിപ്പിക്കുക. നാണം, ക്യാമറ കണ്ടപ്പോ നാണം. പുന്നാരിച്ച മമ്മി ഓഫ് ചെയ്തേക്കാം. ഈസ്റ്ററിന് ലീവ് കിട്ടോ? ഏപ്രിലല്ല, മാർച്ച് 25 ഈസ്റ്റർ. ഇന്നിപ്പോൾ നോമ്പ് തുടങ്ങിയ ദിവസമല്ലേ. ഇപ്പോൾ ഒരു പകുതിയല്ലേ ആയിട്ടുള്ളൂ ഫെബ്രുവരി. അടുത്ത മാസം തന്നെ ഈസ്റ്റർ. ഇപ്രാവശ്യം നേരത്തെ ഒരാഴ്ച. ഹോളി വീക്ക് ഉണ്ടല്ലോ, ഗുഡ് ഫ്രൈഡേ. അല്ല, ക്രിസ്ത്യൻ ആവുമ്പോഴത്തേക്ക് വർക്ക് അറ്റ് ഹോം എടുത്ത് പോരല്ല, പള്ളി പോണ്ടേ. അപ്പം അവിടെ പള്ളി പോയിക്കോളാന്ന് പറയണം. പള്ളി പോകുമ്പോൾ ഏതായാലും വർക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം വെള്ളയപ്പൊക്കെ തിന്നി, ബ്രെഡും തിന്നി. വെള്ളയപ്പോയി പാളിപ്പോയി, പൊടി തീർന്നു പോയി. ഞാൻ ഓർത്തില്ല, അരിപ്പൊടി ഇല്ല, നൈസ് പൊടി ആയിരിക്കണേ. പുട്ടുപൊടി
സ്റ്റീംഡ് പുട്ടുപൊടി ഉണ്ടായിരുന്നത് വെച്ചിട്ട് കലക്കി അങ്ങോട്ട് വെച്ച്. കാരണം പപ്പ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും പിന്നെ ലേറ്റായി പോകും പൊടി മേടിപ്പിച്ച് കലക്കുമ്പോഴേ, ഇത് പൊങ്ങി വരണ്ടേ. അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. പക്ഷേ വെള്ളയപ്പമായിട്ട് വന്നിട്ടുണ്ട്, എങ്കിലത് നല്ല സോഫ്റ്റായിട്ടുള്ള, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം ഉണ്ട്, തളർന്ന് കിടക്കണേ. പക്ഷേ എനിക്ക് ഇത്രയും സോഫ്റ്റ് വെള്ളയപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കുറച്ചും കൂടി ഒരു വലിഞ്ഞ് വരണം. ഇത് ഒടിഞ്ഞു പോണേ, വലിഞ്ഞു വന്ന വെള്ളയപ്പം അല്ല, ഇതുണ്ട് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ ഭയങ്കര സോഫ്റ്റ്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇത് കുക്കിംഗ് ഒക്കെ വളരെ ഇത്തിരി പരിപ്പ് കറി അങ്ങനെയൊക്കെ വെച്ചത്. നമ്മളന്ന് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡുകളാണെന്ന് വെച്ചത്. അതുകൊണ്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പിറ്റേ ദിവസത്തെ കാര്യമുണ്ട്, ഇത് വ്യാഴാഴ്ചത്തെ കാര്യമാണ്. വ്യാഴാഴ്ച ഞാൻ കുറച്ച് സാധനങ്ങൾ, അരിപ്പൊടി അത്യാവശ്യം വേണം. അപ്പോൾ അത് ഞാൻ പപ്പനെ കൊണ്ട് മേടിപ്പിച്ചതാണ്. കാരണം റോജറിന് ഒരു സ്നാക്ക് കൂടി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു എരിവുള്ള സ്നാക്ക് ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് നുറുക്ക ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പത്തിൻ്റെ. അതിനകത്തേക്ക് മുളക് പൊടി, ഉപ്പും. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതേ 3/4 ടീസ്പൂൺ ഇട്ടിട്ടുമില്ല. പിന്നെ എരിവുള്ള മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇടുക. 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ എള്ള്, കറുത്ത എള്ളും ചെറിയ ജീരകവും വളരെ കുറച്ചിട്ടാൽ മതി. കാരണം ഇത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നുറുക്ക് വെന്ത് വരാനായിട്ട് ടൈം എടുക്കും. ഈ എള്ളിൻ്റെയും പിന്നെ ജീരകത്തിൻ്റെയൊക്കെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിന് വെയിറ്റ് ആയി പോകും. അപ്പോൾ വേകാനായിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് വളരെ കുറച്ച് ഇട്ടാൽ മതി, 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഇത്തിരി നെയ്യ്, അത് നല്ലൊരു രുചി കിട്ടും. പിന്നെ നെയ്ക്ക് പകരം ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം, വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. എങ്കിലും നെയ്യുടെ ഒരു രുചി വരുമ്പോൾ നല്ല ഒരു ഇതാണ്. പിന്നെ കായത്തിൻ്റെ പൊടി, അത് ഇടാൻ മറന്നുപോയതാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേ അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയാണെങ്കിൽ 1 കപ്പ് തിളച്ച വെള്ളം, നമ്മുടെ ഇടിയപ്പത്തിന് മാവ് കുഴക്കണ പോലെ തന്നെ കുഴച്ചിട്ട് മൂടി വെക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ടാ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തടിത്തവി വെച്ചിട്ടാ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ആ ആവിയിലിരുന്നിട്ട് അതൊന്ന് വെന്ത് വരട്ടെ, ഇടിയപ്പം ഉണ്ടാക്കണ പോലെ തന്നെ. പിന്നെ ഒന്ന് ആറിക്കഴിഞ്ഞ് നമ്മുടെ കൈ കൊണ്ട് പിടിക്കാൻ പരുവത്തിൽ നമ്മൾ കുഴച്ച് കൂട്ടി അതിൻ്റെ കട്ടകളും കാര്യങ്ങളൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ കുറേ കൂടുതലായിട്ടുള്ള സ്നാക്ക് കിട്ടും. അതായത് നമ്മുടെ ഈ അച്ചപ്പൊക്കെ ഉണ്ടാക്കണ പോലെ കുറച്ച് പൊടി കൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ കാണാൻ വേണ്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും, നുറുക്കും ഒരുപാടുണ്ടാവും. അപ്പോൾ ഞാൻ ഏതായാലും ഇത്തിരി കൂടുതൽ ടേസ്റ്റൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇത്തിരിയും കൂടി നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് കൂട്ടി എടുത്തേട്ടോ. എന്നിട്ട് നമ്മുടെ സേവനാഴിയിലേക്ക് ഇടേണ്ട ആ ഒരു വലിപ്പത്തിലുള്ള ഇങ്ങനെ നീളത്തിൽ സിലിണ്ടർ പോലത്തെ ഒരു ഷേപ്പിൽ ഈ സംഭവം ഉരുട്ടി വെച്ചേട്ടാ. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഒട്ടല ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാം ചെയ്യുക. കാരണം എൻ്റെ തരിപ്പൊടി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ നല്ല ഡീപ്പായിട്ടുള്ളൊരു കടായി തന്നെ എടുത്തിട്ടാ. അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ പരന്ന കടായിനെക്കാട്ടിയും നല്ലത് ഡീപ്പായിട്ടുള്ള കടായിയാണ്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തേക്കണത്. അപ്പോൾ അത് ഇത്തിരി കൂടുതലായിട്ട് ഒഴിച്ച്, കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് അങ്ങനെ വന്നതാണ് നല്ലത്. നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത്രയും എണ്ണ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ എണ്ണ നന്നായിട്ട് തന്നെ ഒഴിച്ച് എന്നിട്ട് ആദ്യത്തെ 2 ബാച്ച് ഞാൻ ഇങ്ങനെ വേഗം അങ്ങോട്ട് ഇട്ട്, കാരണം അത് ആകാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ഒരു സേവനാഴിയിൽ ഫുള്ളായിട്ടുള്ളത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് കുറേ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിച്ച് വെക്കാനുള്ള മുറുക്കൊക്കെ ചുറ്റിച്ച് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതായി വരെയും ചെയ്യും. അങ്ങനെ ആദ്യത്തെ 2 ബാച്ച് ഈ ഒരു കണക്കിൽ കോരിയെടുത്ത്, അപ്പോൾ ചെറിയ പീസായിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു അങ്ങനെ വേണമെങ്കിലും എടുക്കുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചുറ്റിച്ച് തന്നെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ചുറ്റിക്കുമ്പോൾ ഇത് വിട്ടു പോകുന്നുണ്ടെങ്കിലും ഭയങ്കര വെള്ളം പോലെ ഇങ്ങനെ വീഴുന്നുണ്ടെങ്കിലും പാകം കറക്റ്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വിട്ട് പോകുന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോയിട്ടുണ്ട്, കുറച്ചുകൂടി വേണം എന്ന്. അതായത് കുറച്ച് നേരം ഇരിക്കൂലേ, അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവാണെങ്കിലും ഡ്രൈ ആയി വരില്ലേ. അപ്പോൾ അതുകൊണ്ട് മൂടി തന്നെയൊക്കെ വെക്കണം കേട്ടോ. തുറന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ട് പോകും. അപ്പോൾ അവസാനത്തെ തിരിക്കലാണ് കേട്ടോ എൻ്റെ ഇത്. ഈ തിരിക്കുന്ന സമയത്തൊക്കെ ഏകദേശം മാവ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വിട്ടു പോകാതെ നല്ല ഭംഗിയായിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്കും ഇത് പതിയെ ഒന്ന് ഡ്രൈ ആയതുകൊണ്ട് ഇങ്ങനെ വിട്ട് പോകും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്കൊരു ചെറിയ നുറുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമല്ലേ, വിട്ടുപോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത് ഏകദേശം അവസാനത്തെ നുറുക്കാണ് ഞാൻ ഈ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. 1/2 കിലോ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. 1/2 കിലോ അരിപ്പൊടി എന്ന് പറയുമ്പോൾ 4 കപ്പ് അരിപ്പൊടി ഉണ്ടാവുമേ.
നമ്മുടെ 250 ml കപ്പിൽ 4 കപ്പ് അരിപ്പൊടി ഉണ്ടാകും. അപ്പോൾ ആ ഒരു 1/2 കിലോ വെച്ചിട്ടുള്ളതാണ് ഇത്രയും കേട്ടോ. അപ്പോൾ ഇത്രയും നുറുക്കണ്ടായി. അങ്ങനെ തീയൊക്കെ ഓഫ് ചെയ്ത് എണ്ണ നമ്മൾ ഒഴിച്ച പോലെ തന്നെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ല. ഒട്ടും എണ്ണ ഒന്നും കുടിക്കൊന്നുമില്ല, അത്യാവശ്യം ഇത്തിരി എണ്ണ മാത്രം മതി ഈ സംഭവത്തിന്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റും ഉണ്ട്. ഈ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആ കായവും മുളക് പൊടി, എരിവെള്ള മുളക് പൊടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എരിവെള്ള മുളക് പൊടി തന്നെ ഇടണം, അപ്പോൾ അധികം കളറില്ലാതെ തന്നെ നല്ല എരിവായിട്ട് വരികയും ചെയ്യും. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ച്, ഇത് റോജർ പോണ ദിവസത്തെ, അതായത് സാറ്റർഡേത്തെ കാര്യമാണ് കാണിക്കുന്നത്. റോജറിന് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളാണ് കൂടുതൽ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബീഫ് 1 കിലോയോളം ഫ്രീസറിൽ ഇരിപ്പുണ്ട്. റോജർ അന്ന് വന്നപ്പം മേടിച്ചില്ലേ, 3 കിലോ ബീഫ് മേടിച്ചില്ല, 1 കിലോ ഇതുവരെ എടുത്തിട്ടില്ല. എങ്കിലും ഞാൻ ഇന്നത് പുറത്തേക്ക് എടുത്തില്ല, അത് ഫ്രീസറിൽ തന്നെ ഇരിപ്പുണ്ട്. അത് പിന്നീട് ഞാനും പപ്പയും എന്തെങ്കിലും ചെയ്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ബീഫ് കടയിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ അടുത്ത് കൊണ്ടുവന്ന് തരാൻ പറയുമല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയ്യും അങ്ങനെ ഇല്ലാത്ത നല്ല ബീഫാണ് വേണ്ടത്, ഇങ്ങനെ കൊടുത്തു വിടാനാന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നെക്ക് പീസ് തന്നെ എടുക്കാം, നെക്ക് പീസാണ് ഏറ്റവും നല്ലത്, നെയ്യൊന്നും ഇല്ലാത്ത നല്ല. അപ്പോൾ സാധാരണ ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഒന്നും അവരുടെ അടുത്ത് പറയാറില്ല കേട്ടോ. എനിക്ക് ഈ അതിൻ്റെ പാടയൊക്കെ എടുത്ത് കളയണമല്ലോ. പക്ഷെ അവർ പറഞ്ഞ് നിങ്ങൾ കട്ട് ചെയ്താൽ ശരിയാവില്ല, അതുകൊണ്ട് ഞങ്ങൾ തന്നെ കട്ട് ചെയ്ത് തരാം, എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വിന്താലുവിന് വേണ്ടിയിട്ടും ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അതനുസരിച്ചിട്ട് 2 ഭാഗമായിട്ട്, അതായത് 3 കിലോ ബീഫാണിത്, 3 കിലോ 1.5 കിലോ വെച്ചിട്ട് 2 രീതിയിൽ കട്ട് ചെയ്തതാന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തു തരും കേട്ടോ. അങ്ങനെ അത് അവർ ചെയ്തു തന്ന്. വിന്താലിന് വേണ്ടിയിട്ട് കുറച്ച് വലുതും മറ്റേ ഫ്രൈക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് 2 കവറിൽ ഈ 3 കിലോ ബീഫ് അങ്ങനെ ഭാഗം ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നെ. അപ്പോൾ അങ്ങനെ അത് റെഡിയായി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന വിന്താലു തന്നെയാണ് ആദ്യം ചെയ്യണത്. അപ്പോൾ ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കുറച്ച് നമ്മൾ ക്ലീൻ ചെയ്തത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പിന്നെ അത് തികയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി വളരെ കുറച്ചും പിന്നെ ഗരം മസാലയും ചേർത്തിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ ചേർത്ത് നല്ലതായിട്ട് തന്നെ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ഇത് കേടാവില്ല, പിന്നെ സവാള ഇട്ടാലൊന്നും കേടാവില്ല. അപ്പോൾ വിനാഗിരിയും ചേർത്തിട്ട് കുക്കർ നിറഞ്ഞേട്ടാ. 1.5 കിലോ ഒന്നും ഇതിനകത്ത് കൊള്ളില്ല. അപ്പോൾ 1.5 കിലോ ബീഫാണല്ലോ, അവർ തൂക്കി കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് കറക്റ്റ് 1.5 കിലോ ഉണ്ട്. അത് 1.5 കിലോ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ. അത് വേവിക്കാനായിട്ട് വെച്ചേട്ടാ. പിന്നെ അടുത്തൊരു പണിയെന്ന് വെച്ചാൽ നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഞാനിതൊരു ചാനലിൽ കണ്ടിട്ട് ചെയ്തതാണ്, അടിപൊളിയാണ് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മൾ എന്തൊക്കെ ചേർക്കണം, കുരുമുളക് പൊടി, അതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളെല്ലാം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കേട്ടോ, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇതിപ്പോൾ ഈ ചേർക്കുന്നത്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്ന ഒരു സാധനം നമ്മളുടെ ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണി മസാല കുറച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഈ ബീഫ് റോസ്റ്റിൽ നമ്മൾ സവാളയൊന്നും പച്ചക്ക് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ബിരിയാണി മസാല ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നല്ലോ, നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ബിരിയാണി മസാല മേടിച്ചത്. അപ്പോൾ ബിരിയാണി മസാലയും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ബാക്കിയുള്ള ബീഫ് വേവിച്ചെടുത്ത്, അതായത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കണം. അപ്പോൾ അതിനകത്ത് നിന്ന് റൂബിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ, ഒരു പിടി ബീഫ് റൂബിക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴേ റൂബിക്ക് അത് കഴിക്കാൻ തോന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഇതേ ചെറിയ കുക്കറിൽ അത് റൂബിക്ക് എടുത്തിട്ട് അതും കൂടി വേവിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ആ മസാലപ്പൊടികൾ എല്ലാം ചേർത്തിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത്. അപ്പം ഞാൻ ഈ ചിക്കൻ മേടിച്ചപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വേവ് എങ്ങനെയാണ്, കൂടുതൽ വെന്ത് പോകരുതല്ല. അപ്പോൾ അവരുടെ ഒരുവിധം നല്ല വേവ് ഉണ്ടെന്ന് പറയും. എങ്കിൽ തന്നെ ഞാൻ ഈ കുക്കറിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കണോണ്ട് തന്നെ അധികം നേരിട്ട് വേവിച്ചില്ല, പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത്. ഇനി തുറന്ന് നോക്കിയിട്ട് വേഗണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വേവിക്കാം, വെറുതെ വെന്തലിഞ്ഞ് പോകരുതല്ലാന്ന് ചോദിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ കുക്കറിൽ ഞാൻ ചോറും വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 കുക്കറിലെയും ബീഫ് വെന്ത് വന്നു. അപ്പോൾ ബീഫ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പല സ്ഥലങ്ങളിലും കാണാണ് കൈയൊക്കെ പൊള്ളി ബീഫ് ഇങ്ങനെ കിള്ളി നോക്കി വായിൽ വെച്ച് വെന്താന്നൊക്കെ നോക്കണമൊക്കെ കാണാറുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല, വെറുതെ വായൊന്നും പൊള്ളിക്കണ്ട. ഇതുപോലെ ഒരു ഈർക്കില അല്ലെങ്കിൽ പപ്പടം കുത്തിയ എന്തെങ്കിലും വെച്ചിട്ട് കത്തിയുടെ തുമ്പ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ സ്മൂത്തായിട്ട് കുത്ത് കയറുന്നുണ്ടെങ്കിൽ വെന്തെന്ന് അർത്ഥം കേട്ടോ. ഞാൻ അങ്ങനെയാണ് എപ്പോഴും നോക്കണം, അല്ലാതെ അത് വായിൽ വെച്ച് പൊള്ളിക്കാനൊന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ, അങ്ങനെ നോക്കണത്.
അപ്പോൾ എന്തിങ്ങനെ എപ്പോഴും ഇല്ല ഇങ്ങനെ കുക്കിംഗ് ചെയ്യുമ്പോൾ തെറിച്ച് വീണിട്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം അങ്ങോട്ട് തുടച്ച് കളഞ്ഞേക്കണം. ഏതായാലും കുക്ക് ചെയ്ത് തീരുമ്പോൾ തുടക്കാമല്ലാന്ന് വിചാരിച്ച് പോയാൽ നിങ്ങളുടെ തുടക്കൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതെല്ലാം ഇവിടെ ഇരുന്നിട്ട് അടപ്പിൻ്റെ ചൂട് പിന്നെ അടിച്ചടിച്ച് അത് ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് കല്ല് പോലെ പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം വല്ല തെറിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ വേഗം തുടച്ചേക്കുക. അപ്പോൾ തെറിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്ത് എന്നിട്ടാണ് പിന്നെ അടുത്ത കുക്കിങ്ങിന് നിന്നത്. അല്ലാതെ നമ്മൾ ഏറ്റവും അവസാനം തുടക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വിന്താലും ഇറച്ചിയിൽ എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഒരുപാട് വെള്ളം വരുമല്ലോ. അപ്പോൾ അത് വറ്റിക്കാനായിട്ട് നല്ല വലിയ ഫ്രൈ പാനിലേക്ക് അതിനെ ഇട്ട്, കാരണം ബീഫൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്, കൂടുതൽ വല്ല കുറവുമല്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഒതുങ്ങിയ പാത്രത്തിലിട്ട് ആ കുക്കറിൽ തന്നെ ഇട്ട് വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ ബീഫ് വല്ലാതെ വീണ്ടും കിടന്ന് വേകും. അപ്പോൾ ഇങ്ങനെ പരന്ന് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റും, കൂടുതൽ വേവ് ബീഫിന് വരയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ തുറന്ന് വലിയ ഒരു ഫ്രൈ പാനിൽ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ നമ്മുടെ വിന്താലും. പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയല്ല, ആദ്യം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില വറുത്തുകോരി മാറ്റി. അതിനുശേഷം സവാള ഇത്തിരി കൂടുതൽ തന്നെ നമ്മൾ ബിരിയാണിക്ക് വറുത്ത് കോരുന്ന പോലെ സവാള വറുത്തുകോരി മാറ്റണം. സവാള വറുത്തുകോരി മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. കാരണം അതിൻ്റെ ഇടയിൽ ഇത്തിരി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഞാനിപ്പോൾ ഒരു മുറി, അതായത് ഒരു തേങ്ങയുടെ പകുതി ഭാഗമാണ് എടുത്തത്. പക്ഷേ കുറേയും കൂടി ഇടാമായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇത് തന്നെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ വളരെ കുറവായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു തേങ്ങ ഫുള്ളായിട്ട് ഈ 1.5 കിലോ ഇറച്ചിക്കകത്ത് ഇടാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വിന്താലുവിനൊന്ന് താളിച്ച് കൂടിയിട്ട് ഒഴിച്ചിട്ടാ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ ഞാനങ്ങനെ താളിച്ചൊഴിക്കലൊന്നുമില്ല. ഇതിപ്പോൾ കൊണ്ടുപോകാനല്ലേ, അതുകൊണ്ട് താളിച്ചൊക്കെ ഒഴിച്ച് വിന്താലു വറ്റി അത് മാറ്റി വെച്ചിട്ടാ. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, തേങ്ങാക്കൊത്ത് എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകരുത് അല്ലാതെ തന്നെ. അപ്പോൾ നമ്മളുടെ ബീഫ് വേകുമ്പോൾ അതിനകത്ത് വെള്ളം ഒരുപാടുണ്ട്. അപ്പം വെള്ളത്തോടു കൂടി ബീഫും ചേർത്തിട്ട് ഇട്ട് വറ്റിക്കുമ്പോൾ ബീഫിന് വേവ് കൂടി പോണത് കൊണ്ട് തന്നെ ബീഫ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രേവി എല്ലാം ഇതിനകത്ത് തന്നെ ചേർക്കണം, എന്നാലാണ് കറിക്ക് ഈ ബീഫ് റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വെള്ളം മാത്രമായിട്ട് ഞാനവിടെ കുക്കറിൽ വെച്ച് വറ്റിച്ചുകൊണ്ടിരിക്കണേ. കാരണം ഒരുപാട് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ ബീഫ് ഇങ്ങനെ ആ എണ്ണയിൽ തന്നെ ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ പൊടികൾ കൂടി ചേർക്കുക. നമ്മൾ നേരത്തെ ചേർത്ത പൊടികളില്ലേ, അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പകുതി പൊടിയാണ് ചേർക്കണമെങ്കിൽ പകുതി പൊടി ഇപ്പം ചേർക്കുക കേട്ടോ. മൊത്തത്തിൽ വേണ്ടതിൻ്റെ പകുതി ആദ്യം ചേർക്കുക, പകുതി ഇപ്പം ചേർക്കുക. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർക്കണത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഇത്തിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബിരിയാണി മസാല നേരത്തെയും ചേർത്തിട്ടുണ്ട്, ഇപ്പോഴും ചേർക്കണം. മീറ്റ് മസാല ഇപ്പോഴാണ് ചേർത്തത്. എന്നിട്ട് എണ്ണയിൽ കിടന്ന് ഈ പൊടികളും ഈ ബീഫും കൂടി മൊരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര സ്മെല്ലും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കണം, കാരണം ആ ഗ്രേവി നമ്മളവിടെ വറ്റിച്ച് എടുത്തിട്ടില്ല, ഇതിന് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ആ ഉപ്പും കൂടി ചേരുമ്പോൾ ഉപ്പാകും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ആ ഗ്രേവി നന്നായിട്ട് വടിച്ച് ഒരു അംശം പോലും കളയാതെ വറ്റിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട്, അപ്പോൾ നമുക്ക് വലിയ കുഴപ്പം കൂടാതെ ആകും. ഒരുപാട് വെള്ളത്തോടുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ബീഫ് ഇങ്ങോട്ട് കുതിർന്ന് പോകും. അങ്ങനെ കുതിർന്ന് പോകരുത്. അങ്ങനെ അത് നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒരുപാട് ഹാർഡാക്കണമെന്നില്ല, വെള്ളമൊക്കെ വറ്റിയൊന്ന് വന്നാൽ മതി. ഈ വറുത്ത സാധനങ്ങൾ അതിനകത്തേക്ക് ചേർക്കുക. ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റ് റെഡിയാണ്. കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വറുത്ത് കോരണത് കേട്ടോ. ഒട്ടും കേടുവരില്ല. അപ്പോൾ 2-3 ദിവസമൊക്കെ പുറത്ത് തന്നെ, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്തിരുന്നാൽ പോലും ഇത് കേടുവരില്ല. അപ്പോൾ അങ്ങനെ ബീഫ് റോസ്റ്റും സെറ്റാക്കി വിന്താലും റെഡിയാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ സമയം എത്രയായി? 10:45 ആയിട്ടുള്ളൂ. അതുതന്നെ 10:43 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഞാൻ ഈ ബീഫിൻ്റെ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ചപ്പാത്തിയുടെ മാവ് കൂടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവൻ പോകുമ്പോഴത്തേക്കും ചപ്പാത്തിയും ബീഫ് റോസ്റ്റും കൂടി പാക്ക് ചെയ്ത് കൊടുത്തുവിടാം. അത് 2 പാക്കറ്റിൽ കൊടുത്തുവിടാം. രാത്രി കഴിക്കാനും രാവിലെ അവിടെ ചെന്നിട്ട് പിന്നെ ഒന്നും ചെയ്യേണ്ട, അവൻ കിടന്നുറങ്ങിയിട്ട് നേരെ എഴുന്നേറ്റ് ഒരു പാക്കറ്റ് തുറന്ന് കഴിക്കാമെന്ന് വെച്ചാൽ 2 പാക്കറ്റിൽ ചപ്പാത്തിയും ബീഫ് റോസ്റ്റും കൂടി ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ബീഫ് റോസ്റ്റ് റെഡിയല്ലേ.
പക്ഷേ ആൾക്ക് വേണ്ട, ആൾ കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് റോജറിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, ഇപ്പോൾ ഈ എന്താണ് മീനച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, ഈ മീനച്ചാറൊന്നും റോജർ കഴിക്കില്ല. റോജറിന് അത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അവൻ ചെമ്മീനും അച്ചാറിടണ്ടെന്ന് പറഞ്ഞത്. ചെമ്മീൻ അവൻ ഒലത്തി കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീനച്ചാറ് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ ഇത് അവൻ്റെ കൂട്ടുകാരെ കഴിക്കുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവർക്കും കൂടി വേണമല്ലോ എന്തായാലും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് മറവി ഉള്ളതുകൊണ്ടേ ഞാൻ നേരത്തെ തന്നെ സാധനങ്ങളെല്ലാം കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അവന് ഇൻഡസ് വാലിയുടെ ഒരു കുക്കർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ കുക്കർ തന്നെ വേണം. എനിക്കാണെങ്കിൽ വലിയ കുക്കർ ആകെ 2 ഉള്ളൊരെണ്ണം ഇൻഡസ് വാലിയുടെ ഒരെണ്ണം ചാക്സൻ്റെ. അപ്പോൾ ആ ചാക്സൻ്റെത് എന്തായാലും ഞാൻ കൊടുക്കില്ല, കാരണം അത് 5 ലിറ്ററാണ്, ഇത് 4 ലിറ്ററാണ് ഈ ഇതിൻ്റെ. അപ്പോൾ പിന്നെ കുറഞ്ഞ അളവിലുള്ളത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് 5 ലിറ്ററിൻ്റെ കുക്കർ ഒരെണ്ണമല്ലേ ഉള്ളത്, ഇല്ലാതെ പറ്റില്ല. പിന്നെ ഉള്ളത് ഇപ്പോൾ ഈ ഇൻഡസ് വാലിയുടെ ഇതാണ്. ബാക്കിയുള്ളതെല്ലാം 3 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയും കുക്കറുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുക്കർ ഇല്ല. എങ്കിലും അവൻ ആ കുക്കർ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അവൻ അവിടെ പോയിട്ട് മേടിക്കണമെന്ന് പറഞ്ഞ്. അവിടുത്തെ കുക്കർ 3 ലിറ്ററിൻ്റെയാണ്, ചോറ് വെക്കാൻ തികയണില്ല. അതുകൊണ്ട് ഇത്തിരി വലിയ കുക്കർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുക്കർ ഏതായാലും കൊടുത്തു. കാരണം അവിടെ 3 കുട്ടികളുണ്ട് ഇപ്പം. അതിൽ ഒരാൾ 2 മാസം കൂടി ഉണ്ടാവുകയുള്ളൂ, നാട്ടിലേക്ക് പോരും. അത് നമ്മുടെ ഫാമിലി ഫോട്ടോയ്ക്ക് എടുക്കാൻ വന്നില്ലേ, ആ മോനാണ് കേട്ടോ അവിടെ ഉള്ളത്. അവൻ വേറെ കമ്പനിയിൽ വേറെ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കണ്ണൂർക്കാരനും ഈ നമ്മുടെ മോനും മാത്രമാണ് ഇനി അവിടെ ഉള്ളത്. ആ റൂമിലുണ്ടാവും, 2 പേരുണ്ടാവും. അവനോട് ചോദിക്കണം കേട്ടോ, ഈ ബോക്സ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തും കൊള്ളൂല, ആ ബാഗിൽ കൊള്ളൂല. കുക്കർ കൊള്ളാൻ പറ്റില്ല, ഫുഡ് മാത്രമായിട്ട്. കുക്കർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ സ്പേസ് ഇട്ട് വെക്കാം, പിന്നെ അതിനകത്തോട്ട് സാധനം വെച്ചാൽ മതിയല്ല. അടക്കണ്ട, അങ്ങനെ ഇരിക്കട്ടെ, സ്പേസ് ഇട്ട് വെച്ചാൽ മതി. പിന്നെ ഇത് 2 ഒന്നുകൂടി ഞാൻ കവറിലാക്കി. ഇനി ഒന്ന് പൊട്ടിയാലും ഉള്ളിൽ കിടക്കുമല്ലോ എന്ന് വെച്ചിട്ട്. ഞാൻ ഇപ്പം തിന്നാനുള്ള ഫുഡ് വേറെ കയ്യിൽ കൊടുക്കാം അല്ലേ. തിരിച്ചു വെക്കുക സൈഡ് അടിയിലേക്ക്. രണ്ട് പഴവും കൂടി വെക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ ഇവിടെ. കഴിക്കാനുള്ള ഫുഡ് കയ്യിൽ തന്നെ കൊടുക്കണം, ഇത് തുറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ പഴം കൂടി എടുത്ത് വെക്കില്ല. അതെ പഴം തൂടാം. ആ ന്യൂസ് പേപ്പർ എടുത്തുണ്ടോ? അപ്പോൾ റോജറിന് പഴം കൊടുത്തിട്ടുള്ളൂ പപ്പ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും റോജർ സമ്മതിക്കണില്ല, പഴം വേണ്ട. അപ്പോൾ പപ്പ നല്ല പച്ചപ്പുള്ള പഴം മേടിച്ചിട്ട് വരാം, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് ചെറിയൊരു പഴുപ്പേ ആകുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും ആൾ സമ്മതിക്കണം. കാരണം അവൻ 30 രൂപക്കൊന്ന് മേടിച്ച് ഒരു പഴം തിന്നാ പറഞ്ഞത്. ഞാൻ 25 എന്നാണ് പറഞ്ഞത് നിങ്ങളെടുത്ത്. അപ്പോൾ അവൻ പറഞ്ഞ് 25 മമ്മി 30 രൂപക്കാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ 1 കിലോ പഴം 2 കിലോ പഴം മേടിക്കണതിന് അത്രയും വില വരില്ല, ഇങ്ങനെ ഒരെണ്ണം മേടിക്കുമ്പോഴാണ് അത്രയും വിലയെന്ന് അവൻ പറഞ്ഞ്. അതുകൊണ്ട് പഴം വേണ്ട ഞാൻ അവിടെ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞത് അറിയൂല, ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയൂല. അപ്പോൾ പറഞ്ഞാൽ ശരിയാണ്, എന്നാൽ നമ്മൾ കഴിക്കാൻ മേടിച്ച പഴം ഉണ്ടല്ലോ അത് കൂടിയിട്ട് കൂട്ടത്തിൽ വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊതിഞ്ഞ് വെച്ചതാട്ടോ. ചെവിയൊക്കെ താഴ്ത്തിയിട്ട് ചേട്ടൻ പോണ്, പിന്നെ ചേട്ടൻ പൂക്കണം. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് അവൻ തിന്നണത് ഒരൊറ്റ ചപ്പാത്തിയാണ് വേണ്ട. ഞാനവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയതാണ്, ഇത് അവന് വേണ്ട അത്രേ. അവിടെ ഫോയിൽ ബോക്സും റെഡിയാക്കി വെച്ചതാണ് ഞാൻ, ചപ്പാത്തി വരത്തിയ പാത്രം. അപ്പം ആ ബൈ പറയണം. ഇഞ്ചി കിട്ടാണ് എപ്പോഴും അവിടെ കിട്ടണമെങ്കിൽ കയറ്റി കിട്ടുമോ? ഇല്ല,
ഇനി 2 ദിവസമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനെ പറ്റുമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റേ കല്യാണം കഴിഞ്ഞ ദിവസം എഴുതിയിട്ട് ഒന്ന് മേടിച്ചിട്ടാണ് ഇന്നലെ ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർക്ക് നമുക്ക് അയക്കാം. ചേട്ടൻ പോണി തന്നെ അമ്മേ. ഇതിന്റെ ഈ സാധനം ഇല്ലേ, വെയിറ്റ് ഇല്ലേ, ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് ഇതിന്റെ അകത്ത് ഫിഷ്, ഫ്രോസൺ ഫിഷ്, ഇത് ഫ്രോസൺ ചെമ്മീൻ, അതിന്റെ അടിയിൽ അച്ചാറ്, താഴെ 2 സാധനം കൂടി ഒരു കവറിലിട്ടിട്ടുണ്ട്, ഇറച്ചി ഐറ്റംസ്. പിന്നെ ഇത് പഴവാ, പിന്നെ ഇത് നുറുക്ക്, അതിന്റെ അടിയിൽ സ്വീറ്റ്സ്, പിന്നെ അതിന്റെ എക്സ്ട്രാ കവർ, പിന്നെ അതിന്റെ അടിയിലുള്ള ആ കവർ കൂടി. അപ്പോൾ പപ്പയുടെ പാക്കിംഗ് ആണ് ഈ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തിരി വേഗം ചെയ്തോ, കാരണം അവൻ്റെ ക്യാബ് വിളിച്ചു കഴിഞ്ഞ് 7 മണിക്ക് അവൻ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ അവൻ ഇപ്പം അങ്ങോട്ട് പപ്പയെ കൊണ്ടുവന്ന് ആക്കാമെന്ന് പപ്പ പറയുന്നുണ്ടെങ്കിലും പപ്പേനെ വിടാനായിട്ട് എനിക്കൊരു ധൈര്യം തോന്നില്ല. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ ഡ്രൈവ് ചെയ്തോളും. തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് എനിക്ക് ഇത്തിരി പേടിയാണ്. കാരണം കണ്ണ് കാഴ്ച കുറവുള്ള ആളുകൾ രാത്രി ഡ്രൈവ് ചെയ്യണത് അത്ര ഒരു സേഫ് അല്ല. വെളുപ്പിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ കാലത്തധികം തിരക്കൊന്നുമില്ല, തിരിച്ചു വരുമ്പോൾ നല്ലതായിട്ട് തന്നെ വെളിച്ചമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പപ്പ കൊണ്ടുപോകും. പക്ഷേ ഇതിപ്പോൾ സന്ധ്യ നേരത്തൊക്കെയുള്ള ഡ്രൈവിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും പപ്പ വരാ ഞാൻ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് റിസ്ക്കാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ പോകില്ലല്ലോ കൂടെ, ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒരു ധൈര്യമുണ്ട്. ഇതിപ്പോൾ പപ്പ ഒറ്റയ്ക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരണത് ഈ സമയത്ത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്യാബ് വിളിച്ചുകൊണ്ട് വെക്കണേ. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇപ്പോൾ വണ്ടി എത്തും, വണ്ടി ഇവിടെ അടുത്ത് തന്നെയുള്ള വണ്ടി ആണെന്ന് തോന്നുന്നുണ്ട്, ഇപ്പം എത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പപ്പയുടെ അടുത്ത് വേഗം ചെയ്യുമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റോജറിൻ്റെ പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞ് അങ്ങനെ പെട്ടി കെട്ടി ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഈ പെട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാം മറിഞ്ഞു പോകാതെ തിരിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കും. പിന്നെ ഇത് എയർപോർട്ട് വഴി പോകുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് വെച്ചെടുത്ത് ഇരുന്നോളും. എയർപോർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ അല്ലേ ചെല്ലുള്ളൂ. ഇപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പുറത്തിറങ്ങി നിൽക്കണല്ലേ. നല്ലതടിക്ക്. അപ്പോൾ റോജർ ബാംഗ്ലൂരേക്ക് പോകുന്നത് ബസ്സിലാണ് കേട്ടോ. കഴിഞ്ഞ തവണ പോയതും ഇത്തവണ ഇങ്ങോട്ട് വന്നതും ഇപ്പോൾ പോകുന്നതും ഒക്കെ ബസ്സിൽ തന്നെയാണ് കേട്ടോ. ഇരുട്ട്, ഭയങ്കര ഇരുട്ടായിട്ട് കിടക്കണേ, വെളിച്ചമില്ല, ഭയങ്കര ഇരുട്ട്. ഇവിടെയൊക്കെ ഇരുട്ടാ. ഏയ് റൂബി ചാട്. ആളിറങ്ങണ പോലെ അങ്ങോട്ട് ഇറങ്ങിയതാണല്ലേ. ബൈ ഞാൻ പറ്റില്ല. റൂബി
ആ അങ്ങനെ പറ അങ്ങനെ ഈസ്റ്ററിന് വന്നം. അങ്ങനെ റോജർ സാറ്റർഡേ 7 മണിക്ക് വീട്ടിൽ നിന്ന് പോയി. സൺഡേ 6:30 മണിക്ക് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ കണക്കിന് ഫുഡ് കാര്യങ്ങളെല്ലാം അവൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് എല്ലാം സേഫായിട്ട് നമ്മുടെ ഫുഡൊക്കെ ഇരിപ്പുണ്ട് എന്നെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക്